പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവവചനം ധ്യാനിപ്പാനായി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യ പദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വിവിധ പേരുകളെ പറ്റി, ദൈവത്തിന്റെ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അഗ്നിയായി പരിശുദ്ധാത്മാവിനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആത്മാവിൽ ശ്രദ്ധിച്ചു. കാറ്റായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിച്ചിരിക്കുന്ന ഇന്നലെ ധ്യാനിപ്പാനിടയായി. എന്നാൽ ഇന്ന് നാം ശ്രദ്ധിക്കുവാനായി പോകുന്നത് പരിശുദ്ധാത്മാവിനെ നദിയായി അല്ലെങ്കിൽ വെള്ളമായി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, ദ ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 7 വേഴ്സസ് 37, ആ വാക്യത്തിൽ ഇപ്രകാരമാണ്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നാം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഈ അനുഭവത്തിൽ 2 അനുഭവങ്ങൾ നമുക്ക് സുവ്യക്തമായി കാണുവാൻ സാധിക്കും. ഒന്ന്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഒഴുകുന്നത്. അതാണ് ഒന്നാമത്തെ അനുഭവം. നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുന്ന ദൈവശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നദി, പരിശുദ്ധാത്മാവിന്റെ വെള്ളം, പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. രണ്ടാമത്തെ അനുഭവം, അങ്ങനെ നിറയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം. ആമേൻ. ഈ ഒരു അനുഭവം പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ, ആത്മസ്നാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്രത്തോളം നമ്മളെ കൊണ്ടുപോകുമോ അത്രത്തോളം വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ, ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സസ് 10, അവിടെ ഒരു നദിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഒരു നദിയെ പറ്റി പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. ആ നദി തോട്ടം നനയ്ക്കുന്ന നദിയായിരുന്നു. സങ്കീർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ 65-ാം സങ്കീർത്തനം 9-ാം വാക്യം, സാം 65:9, അവിടെയും നമുക്കൊരു നദിയെ കാണാം. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഈ നദി ആലയത്തിൽ നിന്ന് ഒഴുകുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തോട്ടത്തെ ഫലപ്രദമായ ഒരു തോട്ടമായി തീർക്കുന്നത് ഈ നദിയാണ്. ദൈവമക്കളെ, ദൈവസഭയിലെ ജനങ്ങളെ ഫലഭൂഷ്ടിയുള്ളതാക്കി തീർക്കുന്നത് ദൈവസഭയിലേക്ക് ഒഴുകുന്ന ആത്മനദിയിലെ വെള്ളമാണ്. എത്രത്തോളം വചനം നമുക്കറിയാമെങ്കിലും, എത്രത്തോളം അനുഭവം നമുക്കുണ്ടെങ്കിലും, നമുക്ക് എത്രത്തോളം കഴിവുകൾ ഉണ്ടെങ്കിലും, ഈ ആത്മനദി നമ്മുടെ സഭയിലേക്ക് ഒഴുകിയെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും നമ്മളിൽ പുറപ്പെടത്തുള്ളൂ. ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമയ്ക്കകത്ത് നല്ല നിലത്തു വീണ വിത്തുകൾ, ആ ഉപമയിൽ ശ്രദ്ധിക്കുക. നല്ല നിലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ്. ഇറ്റ് ഈസ് അവർ ഹാർട്ട്. നല്ല ഹൃദയം, വളരാൻ വളക്കൂറുള്ള മണ്ണ്. നല്ല വിത്ത് എന്ന് പറഞ്ഞാൽ വേറെ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, നല്ല വിത്ത് അത് ദൈവത്തിന്റെ വചനമാണ്. മായമില്ലാത്ത ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തൊടുമ്പോൾ വളമുള്ള മണ്ണിലേക്ക് വിതയ്ക്കപ്പെടുന്നത് പോലെയാണ്.
ശ്രദ്ധിക്കണമേ, ആ വചനം വളരണമെങ്കിൽ, ആ വിത്ത് നാമ്പെടുക്കണമെങ്കിൽ, അത് ഫലപ്രാപ്തിയിലേക്ക് എത്തണമെങ്കിൽ വിവിധ ഘട്ടങ്ങളിലൂടെ ആ വിത്ത് കടന്നു പോകേണ്ടതുപോലെ മഴ വിത്തിനെ നനച്ചെങ്കിൽ മാത്രമേ, ജലത്തിന്റെ കണികകൾ തട്ടിയെങ്കിൽ മാത്രമേ അത് കിളിർക്കത്തുള്ളെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് പാകപ്പെടുന്ന ദൈവത്തിന്റെ വചനം അത് കിളിർത്തു വരണമെങ്കിൽ, അത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി, ജലമാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലകത്തേക്ക് പകരണം. ഞാൻ 46-ാം സങ്കീർത്തനം എനിക്ക് ഇഷ്ടമുള്ള സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാർ ദൈവത്തിന്റെ നഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയെ കുറിച്ച് പ്രവചനാത്മാവിൽ പ്രവചിച്ചിട്ടുണ്ട്. അവരത് അന്ന് എഴുതിയപ്പോ മോശ പാറയെ അടിച്ചതിനാൽ പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് ഒഴുകിയ ജീവജല നദിയെ പറ്റിയാണ് അവരത് കണ്ടതാണ്. അവൻ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് നദികളായി, തോടുകളായി, അരുവികളായി ഇസ്രായേൽ പാളയത്തിന്റെ നടുവിലൂടെ ഒഴുകുന്നത് അവർ കണ്ടിട്ടുള്ളതിനാലാണ് ഈ സങ്കീർത്തനം അവർ എഴുതിയത്. എന്നാൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അടിക്കപ്പെട്ട പാറ ആരെന്നറിയാമോ? ദൈവവചനത്തിന്റെ മർമ്മം, ഈ അടിക്കപ്പെട്ട പാറയുടെ പേര് ക്രിസ്തു എന്നാണ്. അടിക്കപ്പെട്ട പാറ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ രോമകൂമങ്ങൾ പിഴുതെടുക്കപ്പെട്ടവനായി, വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടവനായി, തന്റെ അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കി തന്നു. അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ഒരു ജീവജല നദി ഒഴുകി. ക്രിസ്തു അറുക്കപ്പെട്ടതിനാൽ ജീവജല നദി വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ നടുവിലൂടെ ഒഴുകുന്നതിന് കാരണമായി. ഈ വെളിപ്പാട് നിങ്ങൾ കേൾക്കുമ്പോൾ, കാൽവറി ക്രൂശിൽ നിന്നൊരു നദി ഒഴുകുന്നു. ആ നദിയുടെ പേരാണ് സ്നേഹത്തിന്റെ സാഗരം. നമ്മൾ പാടാറില്ലേ, സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും ഹാലിൽ വളരണമേ, ഞാനോ കുറയണമേ. കാൽവറി ക്രൂശിൽ നിന്നൊരു നദി ഒഴുകുന്നത് നിങ്ങൾ കാണാമോ? ആ നദിയുടെ പേരെന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ജീവജലത്തിന്റെ നദി. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അന്ന് കോരഹ് പുത്രന്മാർ പറഞ്ഞത് ഒരു പ്രവചനാത്മാവിലായിരുന്നു. അവർ പ്രവചനമാ പറഞ്ഞത്. ദൈവനഗരമായ യെരൂശലേമിനെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസമായ ആലയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് അവർ എഴുതിയത്. അന്നത്തെ കാലത്ത് ആക്ഷരികമായി, ലിറ്ററലി ഒരു നദി ഇല്ലായിരുന്നു. യെരൂശലേമിൽ അങ്ങനെ ഒരു നദി ഇല്ല. പക്ഷേ ആ നദി സഹസ്രാബ്ദ കാലത്ത് ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും കിഴക്കോട്ട് പുറപ്പെട്ട് ഒഴുകുന്നതായി യെഹെസ്കേൽ കണ്ട നദിയെ തന്നെയാണ് കോരഹ് പുത്രന്മാർ കണ്ടത്. യെഹെസ്കേൽ ഒരു നദി കണ്ടു. ആ ആലയം, അത് ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് യെഹെസ്കേൽ 41-ന്റെ 1 നാം വായിക്കുന്നു. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സിംഹാസനം എവിടെയുണ്ടോ, ദൈവത്തിന്റെ സിംഹാസനം ആരിലുണ്ടോ, അവിടെ നിന്നും ഒഴുകുന്ന ഒരു ജീവജലത്തിന്റെ നദിയുണ്ട്. ആ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവിന്റെ നദി. സ്തോത്രം. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ സിംഹാസനം എവിടെയുണ്ടോ ആ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് പരിശുദ്ധാത്മാവിന്റെ നദി. ആ സിംഹാസനം നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ കർത്താവ് പറയുക, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. യെഹെസ്കേൽ കണ്ട നദി, ആ നദിയിൽ കൂടെ മുന്നോട്ട് നീങ്ങുന്നവർ നരിയാണിയോളം, മുട്ടോളം, അരയോളം ആഴത്തിലൂടെ നടന്ന് ഒടുവിൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ഒരു ആത്മപ്രവാഹത്തിലെത്തും. ഇന്നു രാത്രി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ,
ഇത് പ്രാപിച്ചിട്ടുള്ള ഏറിയ ദൈവമക്കളോട് ചോദിക്കണം, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അവർ പറയും, ആമേൻ, ഈ ആത്മസ്നാനം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. നദിയിലൂടെ, വെള്ളത്തിലൂടെ നടന്നിട്ടുള്ളവരോട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാമല്ലോ. മുട്ടോളം വെള്ളമുള്ളപ്പോ നമുക്ക് കാലയിൽ അങ്ങനെ നടന്ന് നീങ്ങാൻ പറ്റും. ഞങ്ങളുടെ നാട്ടിൽ നിലയുള്ള വെള്ളം എന്നാ പറയും. ആ വെള്ളത്തിന് നിലയുണ്ടെന്ന് പറയും. കാരണം നമ്മുടെ കാലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം മുട്ടോളമുള്ള ഒരു അവസ്ഥയുണ്ട്. 2 പാട്ട് പാടി 2 വാക്ക് അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന ഒരവസ്ഥയുണ്ട്. സോ യു ക്യാൻ കൺട്രോൾ ദ ഹോളി സ്പിരിറ്റ്. അരയോളം വെള്ളത്തിലൂടെ പോകുമ്പോഴും സ്റ്റിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ അരയോളം വെള്ളത്തിലെത്തുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ പകുതി ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ രഹസ്യമായ സ്വഭാവങ്ങൾ എല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ അടിയിലാകും. അവിടെയും നിൽക്കരുത്. നെഞ്ചു മുതൽ മുകളോട്ട് ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാത്തെയും മുക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദി, അതായത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. താങ്ക് യു ജീസസ്. എന്ന് വെച്ചാൽ കാല് താഴെ ഉറയ്ക്കാത്തതിനാൽ ആ വെള്ളം നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതാണ് ആത്മസ്നാനത്തിന്റെ ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കളുടെ സൗഭാഗ്യം. വലിയ വെള്ളച്ചാട്ടത്തിൽ വീഴുന്നവന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ വെള്ളത്തിന്റെ ശക്തി ആ മനുഷ്യനെ, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ വീഴുന്ന ആ ഒബ്ജക്റ്റിനെ വഹിച്ചു കൊണ്ടുപോകുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ വഹിച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ, ഓ ഗ്ലോറി. ഇത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലത്തിലേക്ക് എന്റെ ശബ്ദവീചികൾ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളെങ്കിലും നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഒരു നദി പൊങ്ങുകയാണ്, ഒരു നദി പൊങ്ങുകയാണ്. ഹല്ലേലൂയ. യെഹെസ്കേൽ അന്ന് കണ്ട നദി, ആലയത്തിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഒഴുകിയ നദി. ഓ ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ അവസാന താളുകളിൽ ഒടുവിലത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സിംഹാസനത്തിൽ നിന്നും ഈ നദി പുറപ്പെടുന്നതായി കാണാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യം. സ്തോത്രം, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവമക്കളെ, ഈ നദിയിൽ നിന്ന് നമുക്ക് പാനം ചെയ്യാം. ഇതിൽ നിന്ന് പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഈ നദിയിൽ ഇറങ്ങി ആമേൻ ഇതിനെ വേണ്ടുവോളം പാനം ചെയ്യുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ. ഈ നദിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇതിന്റെ ഇക്കരയും അക്കരയും അനവധി ഫലവൃക്ഷങ്ങളുണ്ട്. ഈ നദിയുടെ മറ്റൊരു പ്രത്യേകത, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളും ജീവിച്ചിരിക്കും. കാരണം ഇത് ജീവൻ നൽകുന്ന വെള്ളമാണ്. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ചാവുകടൽ എന്നൊരു സ്ഥലമുണ്ട്, ഡെഡ് സീ. അതിനകത്ത് ലവണത്തിന്റെ അംശം കൂടുതലാണ്. ആരെങ്കിലും അതിനകത്തിട്ടാൽ, കണ്ടിട്ടില്ലേ? നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, 50 കിലോയുള്ള അച്ചായനും 150 കിലോയുള്ള അമ്മാമ്മയും അതിനകത്ത് കിടന്നാൽ പൊങ്ങിക്കിടക്കും. ബലൂൺ പോലെ നമ്മളെ പൊങ്ങിക്കിടക്കും. ആമേൻ. ഒരു സൂക്ഷ്മജീവികൾ പോലും, ഒരു മീൻ, ഒരു കൊച്ചു പരൽ മീൻ പോലും വളരുവാൻ അനുവദിക്കാത്ത ലവണങ്ങൾ നിറഞ്ഞ ഡെഡ് സീ. അതിന്റെ പേര് തന്നെ ഡെഡ് സീ എന്നാണ്, ചാവുകടൽ. ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവില്ലാത്ത സ്ഥലം. ആമേൻ. അത് ജീവനില്ലാത്ത സ്ഥലമാണ്. It is there is no Holy Spirit in your church. Let me tell you, people of God, that is a dead church. That is almost equal to mortuary. I'm so sorry. I'm telling you the truth. പരിശുദ്ധാത്മാവില്ലാത്ത സഭ
മൃതാ സഭയാണ്. ഫലം കായ്ക്കാൻ ഒക്കത്തില്ല. നോ ഫ്രൂട്ട്, നോ ഗിഫ്റ്റ്. ഫലവുമില്ല, വരവുമില്ല. ആമേൻ. അത് സഭയല്ല. സഭ ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവത്തിന്റെ തോട്ടം, അത് കെട്ടിയടച്ച തോട്ടമാണ്. തോട്ടം ഭംഗിക്കല്ലല്ലോ വളർത്തുന്നത്. തോട്ടം വളർത്തുന്നത് ഫലം കായ്ക്കാനല്ലേ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ യേശു കർത്താവ് ഉപമ പറയുമ്പോൾ അത്തിയിൽ നിന്ന് ഫലം കാണാതെ വന്നപ്പോൾ അത്തിയെ ശപിക്കുന്നതായി നമുക്ക് കാണാം. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ ദൂത് പറയുക, നിന്റെ അകത്തൂടെ ആമേൻ ഈ ജീവജല നദിയെ ദൈവം ഒഴുക്കിയത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ജീവജലത്തിന്റെ നദി. ഇത് ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ഈ നദിയുടെ പേര് ജീവജല നദി. ഇന്ന് രാത്രി ഈ നദി നിങ്ങളുടെ വീട്ടിനകത്തേക്ക്, ഓ ഹല്ലേലൂയ, ആത്മാവിലൊന്നും കണ്ടേ. വെള്ളപ്പൊക്കം കണ്ടതല്ലേ കേരളം? അന്ന് ഡാം തുറന്നു വിട്ടപ്പോ ആമേൻ വെള്ളത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ, ഇത് കൊച്ചമ്മയുടെയാ, ചിന്നമ്മയുടെയാ, മറിയാമ്മയുടെയാന്ന് പറയാൻ പറ്റാത്തവണ്ണം എല്ലാ വീടുകളിലും കവിഞ്ഞൊഴുകിയതുപോലെ ഈ വെള്ളം വന്ന് നിറഞ്ഞാലുള്ള പ്രത്യേകത ഞാൻ പറയാം. ഈ പരിശുദ്ധാത്മാവിന്റെ ജലം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റേത് നിന്റേതെന്നുള്ള വിഭാഗീയതയെല്ലാം മാറും. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവനാ. എനിക്കറിയാം വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഇത് ചാക്കോച്ചന്റെ പാടമാണോ, ഇത് യോനാച്ചായന്റെ പാടമാണോ എന്നറിയാതെ വെള്ളം വന്ന് മൂടി കഴിയുമ്പോൾ എന്റേത് നിന്റേതെന്നൊക്കെ മാറും. ഓ റബശേഖന ഹദന. ഇപ്പം സഭയ്ക്കകത്ത് എന്റേത് നിന്റേത്, നിന്റെ സ്ഥാനം എന്റെ സ്ഥാനം എന്നൊക്കെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതുവരെയും ആ സഭയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു നദി വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, അത് ആമേൻ മുട്ടോളമായിരിക്കും, അരയോളമായിരിക്കും. എന്നാൽ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മസാന്നിധ്യം വന്നാൽ അതിനകത്തൊരു ജീവനുണ്ട്. ജീവനുള്ള സഭയിലേക്ക് അനേക ആൾക്കാർ ഓടിക്കൂടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ജീവൻ നൽകുന്ന വെള്ളമാണ് ഈ നദിയിൽ കൂടെ ഒഴുകുന്നത്. ഈ നദിക്കകത്ത് അനേകം മത്സ്യങ്ങൾ കാണും. ഈ നദി ഒഴുകുന്നിടം വലിയ മീൻപിടുത്തം നടക്കുന്ന സ്ഥലമാ. എന്തുകൊണ്ടാ ഒരു പൂശാനെ പോലും കിട്ടാത്തത്? എന്തുകൊണ്ടാ ഒരു ചെറിയ മീനെ പോലും പിടിക്കാൻ പറ്റാത്തത്? നിങ്ങളുടെ സഭയ്ക്കകത്ത് ഈ നദി ഒഴുകിയാൽ നിങ്ങളുടെ സ്നാനക്കുളത്തിൽ കിടക്കുന്ന വെള്ളം ചലിയും. ആ ദൂത് മനസ്സിലായോ? നിങ്ങളുടെ സഭയ്ക്കകത്ത്, എന്റെ സഭയ്ക്കകത്ത് ആ ജലം ഒന്ന് ഒഴുകിയാൽ നിങ്ങളുടെ സ്നാനത്തൊട്ടിയിലെ വെള്ളം ചലിയും. എന്തുകൊണ്ടാണ് മാസങ്ങളും ആഴ്ചകളുമായിട്ട് നമ്മുടെ സ്നാനത്തൊട്ടിയിലെ വെള്ളം കരിമ്പായി പിടിച്ച് കിടക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സഭയ്ക്കകത്ത് ഈ ആത്മനദിയെ ഒഴുക്കുവാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഓ ഹല്ലേലൂയ. ഓ അല്പസമയം മുന്നോട്ട് പോയാൽ നമുക്ക് ആകപ്പാടെ ഈർച്ചകേടാണ്, ഈർഷയാണ്. അയ്യോ സമയം പോകുന്നു. ഇങ്ങനെ സമയം സമയം എന്ന് പറഞ്ഞ് നമ്മൾ എത്ര നാൾ കൊണ്ട് വീട്ടിലിരിക്കുന്നു. ദൈവമക്കളെ, ഈ ആത്മനദി നമ്മുടെ അകത്തേക്ക് ഒഴുകട്ടെ. ഓ രാമ ശബ്ദര. ഇവൻ ഈ നദി ഒഴുകുന്ന സ്ഥലത്തെ പറ്റി എഴുതിയേക്കുക. ഈ നദിക്കരയിലെ വൃക്ഷങ്ങളുടെ ഇല വാടത്തില്ല, ഇല വാടത്തില്ല. യോ 10 ദിവസം ഉപവസിക്കുമ്പോ ഭയങ്കര ബലമാണ്, പിന്നെ തളർന്നു പോയി. പിന്നെ ആരെങ്കിലും ചെല്ലണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് ആമേൻ ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയെ തള്ളുന്ന പോലെ തള്ളണം. പക്ഷേ ഹല്ലേലൂയ, ഇവിടെ എഴുതിയേക്കുക, നദിക്കരയുള്ള വൃക്ഷങ്ങളുടെ ഇല വാടത്തില്ല, ഇല വാടത്തില്ല, അവന് ഫലമില്ലാതെ പോകത്തില്ല. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകുന്നത് കൊണ്ട് ആ വൃക്ഷങ്ങൾ മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കും. ഹല്ലേലൂയ. You will bear new fruits each month. എല്ലാ മാസം തോറും പുതിയ പുതിയ ഫലങ്ങൾ കായ്ച്ചു കൊണ്ടിരിക്കും. അവൻ അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്, അതിന്റെ ഫലം തിന്നുവാനും ഇല ചികിത്സയ്ക്കും ഉതകും. ആത്മാവിൽ പറയട്ടെ, അവൻ ജലനദി ഒഴുകുന്ന സഭയ്ക്കകത്ത് ആമേൻ ആത്മാവിന്റെ വിശപ്പ് തീരും, ആത്മാവിന്റെ ദാഹം തീരും.
ആമേൻ. ഇനി നമ്മുടെ സഭകൾ രക്ഷപ്പെടണമെങ്കിലുള്ള കാര്യമാ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ നദിയെ ഒഴുക്കാനായിട്ട് ചാലുകൾ വെട്ടിക്കൊടുക്കണം. ഈ നദി യഥേഷ്ടം നമ്മുടെ സഭയ്ക്കകത്ത് ഒഴുകുമ്പോൾ നമ്മളിൽ ഫലമുണ്ടാകും. ഫലമുണ്ടായാലുള്ള പ്രയോജനം ഞാൻ പറയട്ടെ, അത് ഭക്ഷിപ്പാനായ ആൾക്കാർ വരും. അനേകരുടെ ആത്മീയ വിശപ്പ് മാറും. അതിന്റെ ഇല കഴിച്ചാൽ ചികിത്സയ്ക്ക് ഉതകും. വെളിപ്പാട് ഞാൻ പറയട്ടെ, അനേക രോഗികൾ നിന്റെ സഭയ്ക്കകത്ത് വന്ന് സൗഖ്യമാകും. ആത്മനദി ഒഴുകട്ടെ, ആത്മനദി ഒഴുകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക, തീ പോലെ ഇറങ്ങണമേ, ആത്മനദിയായി ഒഴുകണമേ. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ആ നദി എന്റെ വീട്ടിൽ ഒഴുകട്ടെ, ആ നദി എന്റെ സഭയ്ക്കകത്ത് ഒഴുകട്ടെ, അതെന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒഴുകട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹെൽത്ത് വർക്കേഴ്സിനോട്, ഡോക്ടർമാരോട്, നേഴ്സുമാരോട് ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ അകത്തു നീ നദി ഒഴുകിയാൽ നീ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. Thank you, Jesus. Amen. യെഹെസ്കേൽ 47:12. ആമേൻ. ഈ ആത്മനദിയുടെ അനുഭവം ആത്മാവിന്റെ ഫലങ്ങൾ ഉളവാക്കും. ഹല്ലേലൂയ. ഈ നദീതീരത്ത് കൊണ്ട് നട്ടിരിക്കുന്ന ദൈവമക്കൾ എത്ര ഭാഗ്യമുള്ളവരാ അല്ലേ? ലോകത്തിന്റെ വെയിലേറ്റ് നീ തളർന്നു പോകാതിരിക്കാൻ, ലോകത്തിന്റെ ഊഷ്മതയിൽ ലോകത്തിന്റെ ഊഷ്ണതയിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവം നമ്മളെ നട്ടിരിക്കുന്നത് ആ ജീവജല നദിയുടെ തീരത്താണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആ നദിയിൽ നിന്ന് പാനം ചെയ്യുവാൻ ഇന്ന് രാത്രി ദൈവമക്കൾ റെഡി ആയിരിക്കട്ടെ. ഗ്ലോറിഫൈ യുവർ നെയിം ജീസസ്. രോഗസൗഖ്യമുണ്ടാക്കുന്ന നദി, ജീവൻ വ്യാപരിക്കുന്ന നദി, ഈ നദിയിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ ഒലിച്ചിറങ്ങട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, പട്ടണങ്ങളിലൊക്കെ കൂടിക്കിടക്കുന്ന മാലിന്യങ്ങളെയൊക്കെ അടിച്ചു പുറന്തള്ളിക്കൊണ്ട് സുനാമി, യെസ്, the tsunami of the Holy Spirit. Yes, that's what the Spirit of the Lord, എന്റെ വായിൽ നിന്ന് തന്ന വാക്കത, the tsunami of the Holy Spirit. Amen. How many of you are ready to receive the tsunami of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ഒരു മലവെള്ളപ്പാച്ചിൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു സുനാമി യേശുവിൻ നാമത്തിൽ എന്റെ സഭയിൽ അടിക്കണമെന്ന്, എന്റെ ശുശ്രൂഷയിൽ അടിക്കണമെന്ന് കൊതിയുള്ള എത്ര പേരുണ്ട്? സ്തോത്രം. അജു ഫിലിപ്പ് പ്രസംഗിച്ചതുപോലെ ആമേൻ, ആമേൻ, 3000 പേരെ അല്ല സ്വർഗത്തിന് വേണ്ടുന്നത്. ഗിദയോൻ പറഞ്ഞു, ഗിദയോനെ നീ 300 പേരെ തെരഞ്ഞെടുക്കുക. ആ 300 പേരെ ആമേൻ പട്ടിക്കുഞ്ഞിനെ പോലെ, നായ്ക്കുട്ടിയെ പോലെ മുട്ടുകുത്തി നിന്ന് വെള്ളം കുടിക്കുന്നവരുണ്ടെങ്കിൽ അവരെയാണ് എനിക്ക് യുദ്ധത്തിന് ആവശ്യം. അവരിലൂടെയാണ് എനിക്ക് ജയമുള്ളത്. മുംബൈ പട്ടണത്തിൽ, കുവൈറ്റില്, ഹല്ലേലൂയ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിന് ആവശ്യമായുള്ളത്. അമ്മേൻ, ഇങ്ങനെ കൊതിയുള്ള ഒരു തലമുറയാ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആമേൻ ചർച്ചിനോട് പറഞ്ഞ ചെറിയ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു, ആമേൻ, ഏലീശയെ പറ്റി ഇന്നലെ ഞാൻ പറഞ്ഞു. ഏലീശ ഏലിയാവിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അച്ചാച്ചാ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആമേൻ, എന്റെ യഹോവയാണ്, എന്റെ ജീവനാണ്. എന്റെ ജീവനെ നിർത്തി ഞാൻ പറയട്ടെ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാതെ എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് നീ വിചാരിക്കരുത്. രാത്രിയിൽ കർത്താവിന്റെ മുഖത്ത് നോക്കി പറ, സ്ഥാനത്തിന് വേണ്ടി അല്ല ഞാൻ വന്നത്, അമേരിക്കൻ വീസ കിട്ടാനല്ല വന്നത്, ഡോളർ വന്ന് കുഞ്ഞുകൂടാനല്ല ഞാൻ വന്നത്. എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം. I need the double portion of your spirit. ഉദപ്പടിക്കുമ്പോൾ യോർദാൻ കവിഞ്ഞൊഴുകുന്ന യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറുന്ന അഭിഷേക. ഡെഡ് ബോഡിയുടെ മേൽ കയറി കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ അകത്തുനിന്ന് ഡെഡ് ബോഡിയിലേക്ക് വ്യാപരിക്കുന്ന ജീവന്റെ സ്ഫുരണങ്ങൾ ഇന്ന് രാത്രി പ്രാപിക്കാൻ എത്ര പേർ തയ്യാറാകും? ഗ്ലോറി ഗ്ലോറി. ദൈവകൃപയാൽ ഇന്ന് വൈകിട്ട്
ആമേൻ എന്നെ അഭിഷേകത്തിലേക്ക് നടത്തിയ കർത്താവിന്റെ ദാസന്റെ വീട്ടിൽ ചില മണിക്കൂറുകൾ പോയി അദ്ദേഹത്തോട് കൂടെ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ നൽകി. കായംകുളത്തെ വർഗീസ് ബേബി പാസ്റ്റർ അദ്ദേഹം വിഷമത്തോടെ എന്നോട് പറഞ്ഞു, മക്കളെ നിന്റെ കൂടെ അഭിഷേകം പ്രാപിച്ചവർ ആമേൻ ഒത്തിരി പേരുണ്ട്, എന്റെ ശുശ്രൂഷയിൽ അഭിഷേകം പ്രാപിച്ചവർ ഒത്തിരി പേരുണ്ട്. ആമേൻ സങ്കടത്തോടെ അഭിഷേകൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അനേകരും ബുദ്ധിജീവികളായി പോകുന്നു, എഴുത്തുകാർ അനേകരുണ്ട്, പ്രസംഗകരായിട്ട് അനേകർ പോയി, പക്ഷെ പരിശുദ്ധാത്മാവിനെ കൊതിക്കുന്ന ഒരു തലമുറയില്ല. ലീഥാന ഹസ്തന, ഞാൻ ഇന്ന് രാത്രി ഒരു ഡിസിഷൻ എടുക്കുകയാ, എന്റെ ജീവിതം ഞാൻ മാറ്റിവെക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജ്വാലയ്ക്ക് വേണ്ടി ജീവനെ സമർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത തലമുറയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ പാപം നിറഞ്ഞ പട്ടണത്തിൽ ലോകത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഓ ഹല്ലേലൂയ, കൊറോണയുടെ വൈറസിനെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ അകത്തുനിന്ന് ഒഴുകുന്ന ഒരു ജീവജലത്തിന്റെ നദി ഉണ്ടാകണം. അത് രോഗസൗഖ്യത്തിന് ഉതകുന്ന നദിയാണ്. Amen. The Holy Spirit can heal you. Amen. Once again, I give you a revelation. The Spirit inside you is the healer. He's the healer. നിന്റെ അകത്തുള്ള മുറിപ്പാടുകളെ ഇന്ന് രാത്രി സൗഖ്യമാക്കും. നിന്റെ ശരീരത്തിന്റെ ഉള്ള ആമേൻ കേടുപാടുകളെ ഇന്ന് രാത്രി ദൈവം പോക്കും. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഓ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ തന്റെ തിരുമുറിവുകളെ കർത്താവ് സൗഖ്യമാക്കി പുറത്തു, ആമേൻ ആത്മാവ് പരിശുദ്ധാത്മാവ് ആമേൻ കരിച്ചു ഹീൽ ചെയ്ത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി മുറിവുകളെ കെട്ടുന്ന അഭിഷേകം നിങ്ങളുടെ വീട്ടിലേക്ക് ആമേൻ പെയ്തിറങ്ങുകയാ. അത് മഴ പോലെ ഇറങ്ങുകയാ, അത് മൂടൽ മഞ്ഞ് പോലെ വ്യാപരിക്കുകയാ. Lord, I pray for a mighty touch of the Holy Ghost. Let your people enjoy the amen, the river of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നദി അവരുടെ വീടുകളിൽ ഒഴുകട്ടപ്പാ, അവരുടെ നാവിലൂടെ ഒഴുകട്ടെ. Thank you, Holy Spirit. Thank you, Jesus. Oh, shikarabaraba sandarabaragasiyara. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവേ, ആ നദി എനിക്ക് വേണം, ആ നദി എനിക്ക് വേണം, ആ നദി എനിക്ക് ആവശ്യമുണ്ട്. I need that river. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഫെയ്ത്ത് സിറ്റിയോട് ഞാൻ പറഞ്ഞു ഒരു സംഭവം. 1855 1855 ഏകദേശം ഇല്ലേ 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു യൗവനക്കാരൻ രക്ഷിക്കപ്പെട്ടു. അവന്റെ ജീവിതം അവൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. താൻ ഒരു സഭ ആരംഭിച്ചു, കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രി തുടങ്ങി, ആയിരങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങി, ഒത്തിരി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. തന്റെ സഭയിൽ തന്നെയുള്ള രണ്ട് സഹോദരിമാര് പ്രാരംഭ ദിവസങ്ങളിൽ താൻ പ്രസംഗിച്ചു കഴിയുമ്പോ he was exhausted. അതാണ് പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിലുള്ള പ്രശ്നം. പെട്ടെന്ന് ചോർന്നു പോകും, പെട്ടെന്ന് കയ്യിലെ സ്റ്റോക്ക് തീരും. എല്ലാവരും ചോദിക്കും, പാസ്റ്ററെ ഒരു സഭയെ 30 ദിവസം 21 ദിവസം ഒക്കെ എങ്ങനെ പ്രസംഗിക്കുന്നേ? ഒരു ദിവസം പറഞ്ഞ എനിക്ക് രസകരമായിട്ട് തോന്നി. ദാവീദ് എന്നാ പണിയാ കാണിച്ചാകെ 150 സങ്കീർത്തനം എഴുതിയുള്ളൂ. 3 വർഷം ഒരു ചർച്ച ശുശ്രൂഷിക്കും, എങ്ങനെ അതുകൊണ്ട് പിടിച്ചു നിൽക്കും? മക്കളെ, പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ദാവീദാക്കി മാറ്റും. കിന്നരത്തിൽ നിന്റെ കൈ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ നാവി പാട്ട് കുറയത്തില്ല. If you are a live connection with the heaven, ആ നദി നിന്റെ നാവിലൂടെ ഒഴുകാൻ നിന്റെ നാവിനെ ഒന്ന് വിട്ടുകൊടുത്താൽ, ആമേൻ, സ്തോത്രം. അയ്യോ, പ്രസംഗത്തിലല്ലല്ലോ കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. ഈ ചെറുപ്പക്കാരൻ എക്സോസ്റ്റ് ആയിപ്പോയി. 2 സഹോദരിമാർ എന്ന് പറയും എല്ലാ ദിവസവും വൈകിട്ട് ആമേൻ പ്രസംഗം കഴിയുമ്പോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ അത് റിപ്പീറ്റ് ചെയ്ത് കേട്ടപ്പോ ഈ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു. അവൻ ചോദിച്ചു, why do you pray for me? Why don't you pray for these unsaved? ഈ രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ പോരെ? ഈ നിങ്ങളുടെ പാസ്റ്റർ എനിക്ക് വേണ്ടി എന്നും വന്ന് പ്രാർത്ഥിക്കുന്നു എന്തിനാ പറയുന്നത്? അപ്പൊ അവര് തിരിച്ചു പറഞ്ഞു, നീ അവൻ ശക്തി പ്രാപിക്കാൻ വേണ്ടിയാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിനക്കൊരു ശക്തി ആവശ്യമുണ്ട്. അവൻ അവരോട് ചോദിച്ചു, അതെന്തു ശക്തിയാ? അന്നേരം അവനോട് പറഞ്ഞു, you need the baptism of the Holy Spirit.
നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സ്നാനം ആവശ്യമാണ്. ആത്മസ്നാനം നിനക്ക് വേണം. അവനോട് ആ സഹോദരിമാർ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ആത്മസ്നാനത്തിന് വേണ്ടി ഉപവസിക്കാൻ തുടങ്ങി. മാസങ്ങൾ, ദിവസങ്ങൾ കാത്തിരിക്കുകയാ, ലഭിക്കുന്നില്ല. ഒത്തിരി നാളിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ന്യൂയോർക്കിന്റെ തെരുവിലൂടെ നടക്കുമ്പോൾ, ആമേൻ, ആ വലിയ തിരക്കുള്ള പട്ടണത്തിന്റെ നടുവിൽ താൻ ആത്മസ്നാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ശിഷ്യന്മാരുടെ മേൽ 120 മേൽ ആവസിച്ചതുപോലെ, ഏലീശയുടെ മേൽ പുതപ്പ് വീണതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം DL മൂഡിയുടെ മേൽ വീണു. DL മൂഡി അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ, അന്യഭാഷ പറയാൻ തുടങ്ങി. തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തേജസ്, മഹത്വം തന്റെ മേലിറങ്ങി. പരിശുദ്ധാത്മാവ് ദൈവമക്കളെ നമ്മുടെ കയ്യിൽ വരുന്നത് പറഞ്ഞ നിസ്സാര കാര്യമല്ല. സൃഷ്ടാവായ ദൈവം മുഴു ശക്തിയോടെ ഇറങ്ങുന്നതാണ്. ഹല്ലേലൂയ. ചിലരനെ കുറച്ച് കാണാറുണ്ട്. Who is Holy Spirit? Holy Spirit is God himself. I could say that the Holy Spirit is the one, the unlimited Jesus working in you. Amen. DL മൂഡിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഓടി തന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. I need a room. I need a room. I got the anointing of the Holy Spirit. ദൈവത്തിന്റെ മക്കളെ, ആ ചരിത്രം എങ്ങനെയാ പറയുന്നത്? Amen. ആ റൂമിൽ മണിക്കൂറുകൾ പരിശുദ്ധാത്മാവ് ഒരു റബ്ബർ പന്തിനെ എടുത്തെറിയുന്നത് പോലെ DL മൂഡിയെ എടുത്തെറിയാൻ തുടങ്ങി. ശക്തിയോടെ DL മൂഡിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. കാത്തിരിപ്പ് യോഗത്തിലല്ല, ദൈവദാസന്മാർ ആരെങ്കിലും തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല. DL മൂഡി റോഡിൽ കൂടെ നടക്കുമ്പോൾ ആത്മസാന്നിധ്യത്താൽ നിറഞ്ഞു. DL മൂഡി പറഞ്ഞത് കേൾക്കണമോ ദൈവത്തോട്? കർത്താവേ, സന്തോഷം കൊണ്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. കർത്താവേ, ഈ കൈ എന്റെ മേൽ ഇറങ്ങി കൈ അല്പസമയത്തേക്ക് നീ ഒന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ ഞാൻ ഈ കൂട്ടുകാരന്റെ വീട്ടിൽ കിടന്ന് ചത്തുപോകും. കൂട്ടുകാരന്റെ വീട് വിട്ടിറങ്ങുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി DL മൂഡി ഇറങ്ങി. Glory, Hasha, Rahanzenede, Amen, Hallelujah, Jidana, Sandaradana, Panasane, Thamoyandere, Rakanama Shandare. മലയാളത്തിൽ ഒരു പുസ്തകം നിങ്ങൾക്ക് ലഭിക്കും. DL മൂഡിയുടെ, കിട്ടുവാനെ വായിക്കണം. ഉയരത്തിൽ നിന്നുള്ള ശക്തി, the power from above. ഇംഗ്ലീഷ് ബുക്കിന്റെ ഒത്തിരി ബുക്കിന്റെ ഒന്നും ട്രാൻസ്ലേഷൻ നമുക്ക് അതിൽ കിട്ടാറില്ല. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ആമേൻ ആ ബുക്ക് അവൈലബിൾ ആണ്. DL മൂഡിയുടെ ബുക്ക് നിങ്ങൾ വായിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പറ്റി ആ മനുഷ്യൻ അമാനുഷികമായ ആമേൻ കുറിപ്പുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. DL മൂഡി ഇങ്ങനെയാ പറഞ്ഞത്: ഞാൻ ആയിരങ്ങളോട് നേരത്തെ വചനം പ്രസംഗിക്കുമായിരുന്നു. അതേ പ്രസംഗം തന്നെ ഞാൻ പിന്നീട് പ്രസംഗിച്ചത്. എന്റെ പ്രസംഗത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തൊഴയണമായിരുന്നു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു പ്രസംഗിക്കാൻ. ഇപ്പൊ ഞാൻ കേറി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക്, ഒരു ജലനദി പോലെ എന്നിൽ നിന്ന് ഒഴുകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, അവൻ തന്റെ ആയുസ്സിൽ താൻ ലക്ഷക്കണക്കിന് ആൾക്കാരോട്, അവൻ 10,000-ങ്ങളോട് ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ ഇന്ന് രാവിലെ സഭയോട് വായിച്ചു കേൾപ്പിച്ചാൽ ഒന്നുകൂടെ പറയാം. The sermons were not different and I did not present any new truths and yet hundreds were converted. ഞാൻ നേരത്തെ പ്രസംഗിച്ചതിന് ഒട്ടും വ്യത്യസ്തമല്ല ഞാൻ പ്രസംഗിച്ചത്. പുതിയ കഥകളോ പുതിയ ചരിത്രങ്ങളോ ഒന്നുമല്ല പറഞ്ഞത് തന്നെയാ പറഞ്ഞത്. പക്ഷേ അവൻ എന്റെ മേൽ ആ ശക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ആയിരക്കണക്കിന് ആൾക്കാര് രൂപാന്തരപ്പെടാൻ തുടങ്ങി.
ആമേൻ. ഈ നദിയുടെ പ്രത്യേകത ഇത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ DL മൂഡിയെ അവൻ അമാനുഷികമായ ദൈവപ്രവർത്തിക്കായി കർത്താവിന്റെ ആത്മാവ് സജ്ജനാക്കിയെങ്കിൽ ഇന്നു രാത്രി 10:30 അടുക്കുന്ന സമയത്ത് ആത്മാവിലൊന്ന് പറയാമോ? തീ പോലെ ഇറങ്ങണമേ, ആത്മ നദിയായി ഒഴുകണമേ, കൊടുങ്കാറ്റായി വീശണമേ. ആമേൻ. ആ പാട്ടിന്റെ വരികൾ ആമേൻ സൈച്ചാനൊന്ന് പാടാൻ പോകാം. അത് പാടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. പക്ഷെ കണ്ണുകളെ അടച്ച് ആ നദിക്കായി കൊതിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേരുടെ വിശ്വാസം തണുത്തുപോയിക്കൊണ്ടിരിക്കുക, സ്നേഹം തണുത്തുപോയിക്കൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ആർക്കും ആമേൻ പ്രാർത്ഥനയൊന്നും വേണ്ടാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്നു രാത്രിയിലും ദൈവം പരിശുദ്ധാത്മാവിനാൽ ചിലരെ നിറയ്ക്കുവാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഓ റിയലബശംദരി. ആ പാട്ടിന്റെ വരികൾ ആമേൻ സഹിച്ചാൽ നമ്മൾ ഒന്ന് പാടാൻ പോവുക. നിങ്ങൾ കണ്ണുകളെ അടച്ചു പാടുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ, നിങ്ങളുടെ കാലുകളെ നനച്ചുകൊണ്ട് ആ നദി പൊങ്ങുന്നത്. പണ്ട് ഞാൻ അന്യഭാഷ പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററെ. യെസ്, my God is faithful enough to fill you once again. ഒരിക്കൽ കൂടെ നിറയ്ക്കാൻ എന്റെ ദൈവം മതിയായവനാ. പാസ്റ്റർ, ഞാൻ ചെറുപ്പത്തിൽ ദർശനം കണ്ടിട്ടുണ്ട്. അയ്യോ, അന്നത് പേക്കിനാവാണോ എന്ന് ആരൊക്കെയോ പറഞ്ഞു. അത് ദർശനമായിരുന്നു പാസ്റ്ററെ. ജോസഫിനെ ദർശനം കാണിച്ച പോലെ ഇന്ന് രാത്രി ദർശനം കാണിപ്പാൻ പരിശുദ്ധാത്മാവിന് പ്രാപ്തിയുണ്ട് കേട്ടോ. അയ്യോ, പ്രവചിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യരെന്തോ പറയുന്നോർത്ത് ഞാൻ എന്റെ വായ പൂട്ടി വെച്ചോണ്ടിരുന്നു. ഇന്ന് രാത്രി കഴുതയിലൂടെ സംസാരിച്ച ദൈവമാണെങ്കിൽ നമ്മിലൂടെ സംസാരിപ്പാൻ ദൈവത്തിന് എത്രയധികം കഴിയും. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ആ നദി എന്റെ അകത്തൊന്ന് പൊങ്ങട്ടെ. Amen. Ready to sing that song. Lanta ma kunta ma tenta borian beria sekere liba shantara baraga siara baba. Thank you Jesus. Amen. Amen. Okulobo shande rika baba. Dibole irangename asinavai padiyename കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാരം വിറച്ചവനെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു. ആഹാരം വിറച്ചവനെ മഴയായി പെയ്യണമേ. ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സിനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണമേ. സിനായിലെ മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണമേ.
നദിയായി ഒഴുകണമേ पवित्रात्मा उतराओ अभिषेक से हमें भर दो पवित्रात्मा उतराओ अभिषेक से हमें भर दो अति ज्वाल समान उतरा सनसनाहट के साथ उतरा अति ज्वाल समान उतरा सनसनाहट के साथ उतरा 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 पवित्रात्मा उतरा 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 पवित्रात्मा उतरा Holy Spirit, thank you Jesus. ദൈവമക്കളെ, സഭയാമാലയത്തെയും അതിലുള്ളവരെയും സന്തോഷിപ്പിക്കുന്ന, ഫലമുളവാക്കുന്ന ആത്മനദിയുടെ അനുഭവം എല്ലാ പെന്തിക്കോസ്ത് സഭകളിലേക്കും വിശ്വാസികളിലേക്കും പകരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. 65-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. Psalm 65 verses 9 to 10. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അതിന്റെ ഒഴുകുചാലുകളെ നനയ്ക്കുന്നു. കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ അതിനെ കുതിർക്കുന്നു. അതിലെ മുളയെ അനുഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ മേൽ ഒഴുകാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ മഴ നമ്മുടെ മേൽ പെയ്യാനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏതു സസ്യത്തിനു വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. വലിയൊരു മഴ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കുക. യെസ് ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. കർത്താവേ, ഒരു പിന്മഴയെ നൽകണമേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഗ്ലോറിഫൈ യു ജീസസ്. കർത്താവേ, പിന്മഴയെ അയക്കണമേ, പിന്മഴയെ അയക്കണമേ. ഗ്ലോറി ലോർഡ്, ഗ്ലോറി ജീസസ്. കർത്താവേ, ഞങ്ങൾ അങ്ങേ നാമത്തെ ഉയർത്തുന്നു. ഗ്ലോറിയാം ശരധാന. എത്ര പേര് പ്രാർത്ഥിക്കും? ദൈവവചനമാണ് ഞാൻ പറഞ്ഞത്. സെഖരിയാവിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. ആമേൻ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കുക. ഇന്ന് രാത്രി നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ആ മഴയെ ഞങ്ങളിലേക്ക് അയക്കണമേ. How many of you pray, God, we need that rain of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ ആ മഴയെ ഞങ്ങൾക്ക് ആവശ്യമാണ്. Glory Lord, glory Jesus. കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രി നിലവിളിക്കുകയാണ്. ജീവ റഹം സീനിയന്ധരാജാന. ദൈവവചനം പറയുന്നു, പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിക്കാൻ. ദൈവമക്കളെ, ഇന്ന് രാത്രി നമുക്ക് വിളിച്ചപേക്ഷിക്കാം. അവൻ മിന്നൽ പിണറുണ്ടാക്കുന്നു. ഓ ശാതാര ബാബാ റിഖാബാര ഹന്ദേരി ബാലവ ശബ്ദരേ. ഹല്ലേലൂയ. ഓ former rain and latter rain. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, സ്തോത്രം, ആ പിന്മഴയെ എന്റെ മേൽ അയക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഇതൊരു ഉണർവിന്റെ സീസണാണ് കേട്ടോ. ഹല്ലേലൂയ. രണ്ട് അവൻ മഴയെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് മുൻമഴ,
ആമേൻ. 2 പിന്മഴ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, നാം ദൈവത്തിന്റെ വചനം പറഞ്ഞ പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. താങ്ക് യു ജി. അതിനുവേണ്ടി നിലവിളിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ, കർത്താവിന്റെ ആത്മാവ് പറയുന്നു നമുക്ക് മഴ തരാൻ അവിടുന്ന് ഒരുക്കമാണെന്ന്. ഹല്ലേലൂയ. He will give us the rain. Jeremiah chapter 5 verses 24. ഞാൻ നിങ്ങൾക്ക് മഴ തരുമെന്ന് ദൈവം പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, ആ അഭിഷേകത്തിന്റെ മഴയെ ഞങ്ങളുടെ മേൽ പെയ്യിക്കണമേ. സ്തോത്രം. ആമേൻ. സങ്കീർത്തനം 72:6. Psalm 72:6. ആമേൻ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. 68-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. ദൈവമേ, നീ ധാരാളം മഴ പെയ്യിച്ച് ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ അവകാശത്തെ ജീവിപ്പിച്ചു. ഈ മഴയുടെ പ്രത്യേകത, ഓ, ഈ ജലത്തിന്റെ പ്രത്യേകത, ഈ നദിയുടെ പ്രത്യേകത, ഇത് ജീവിപ്പിക്കുന്ന നദിയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഓ റബ ശാന്തരാബാബ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ആ പിന്മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. അടുത്ത പരിശുദ്ധാത്മാവിന്റെ അടയാളം ആമേൻ എണ്ണയാണ്. ഓയിൽ, എണ്ണ അഭിഷേക തൈലമായിരുന്നു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാ അഭിഷേകത്തെ എണ്ണ കാണിക്കുന്നു. ഇന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവിന് റിബലായി കാണിക്കുന്ന എണ്ണയ കാര്യമല്ല ഈ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ആമേൻ എണ്ണ തേക്കുന്ന അതിനെയല്ല ഞാൻ പറയുന്നത്. പഴയ നിയമത്തിലും ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെ എണ്ണയോട് സാദൃശ്യമായി പറഞ്ഞിരിക്കുന്നു. അനേക സത്യങ്ങൾ നമുക്കിതിനകത്തുനിന്ന് ഗ്രഹിക്കാൻ പറ്റും. എണ്ണ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതമായി വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. നാം ഭക്ഷണത്തിന് വേണ്ടിയും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ സൗന്ദര്യത്തിന്റെ എല്ലാ കാര്യത്തിനും നാം എണ്ണ ഉപയോഗിക്കാറുണ്ട്. വെളിച്ചം ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ വാഹനങ്ങൾ ഒട്ടുമിക്ക വണ്ടികളും എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത് എണ്ണ കൊണ്ടാണ്. എണ്ണ, ഓയിൽ. ദൈവത്തിന്റെ വചനം പറയുക 23-ാം സങ്കീർത്തനം, അവനെന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. He anoints my head with oil. സ്തോത്രം. ആമേൻ. അവിടെ കാണുന്ന ഓയിൽ ഉണ്ടല്ലോ, അത് സംരക്ഷണത്തിന്റെ ഓയിലാ. അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ആമേൻ ഇടയന്മാർ, ഇസ്രായേലിലെ ഇടയന്മാർ അവരുടെ ആടുകിട തലയിൽ പ്രത്യേകതരമായ മരുന്നുകളൊക്കെ കൂട്ടിയിടിച്ച് തൈലമുണ്ടാക്കി അവരുടെ തലമേൽ ഒഴിക്കും. ആമേൻ. ഈ ആടുകിട തലയെ ആമേൻ അഭിഷേകം ചെയ്യും. എന്തിനാണെന്നറിയാമോ? ഇത് പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ വിഷപ്പാമ്പുകളുണ്ട്. വിഷപ്പാമ്പുകൾ. ആട്ടിടയൻ ആ ആടിനെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. പൈശാചിക സേനകൾക്ക് നിന്നെ തൊടുവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ ആമേൻ നിന്റെ ശുശ്രൂഷയെ അവസാനിപ്പിക്കാൻ, നിന്നെ ഇല്ലാതാക്കി കളയാൻ പൈശാചിക സേനകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടും മുഴുവലത്തോടെ പ്രവർത്തിച്ചിട്ടും നിന്നെ തൊടുവാൻ കഴിയാതിരുന്നത് നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്തുതിക്കട്ടെ. ആമേൻ. He anoints my head with oil. ഞാൻ ഇപ്രകാരം ഫെയ്ത്ത് സിറ്റിയിൽ പറഞ്ഞു ഒരു പ്രാവശ്യം പ്രസംഗിച്ചപ്പോ, മുന്നിക്കൂടെ പിശാച് നിന്നെ ആക്രമിക്കാൻ വന്നു. സങ്കീർത്തനം 23, ശത്രുക്കൾ കാണുക അവൻ മേശയൊരുക്കി വെച്ചേക്കുന്നു. പിശാചിന് അടുക്കാൻ പറ്റുന്നില്ല. മുന്നിക്കൂടെ വരാൻ പറ്റിയിട്ട്, മുന്നിക്കൂടെ തകർക്കാൻ നോക്കിയിട്ട് പറ്റിയില്ലെന്ന്. പിന്നെ പിന്നിക്കൂടെ വരാന്ന് വിചാരിച്ചു. മലയാളി പിശാചാണ്, പിന്നിക്കൂടെ പ്രവർത്തിക്കും. പിന്നിലൂടെ ആമേൻ കാണാത്ത വഴികളിലൂടെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാതിരിക്കുമ്പോൾ ശത്രു ആക്രമിക്കും. പിന്നിലൂടെ പ്രവർത്തിക്കാൻ നോക്കിയപ്പോൾ ശത്രുവിന് അടുക്കാൻ പറ്റിയില്ല. സങ്കീർത്തനക്കാരൻ പറയുക,
നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുന്നു. ആമേൻ. എന്നാ വിചാരിച്ച് ഇവനെ വശങ്ങളിലൂടെ വന്ന് തകർക്കാമെന്ന്? അവൻ ആത്മാവിൽ വെളിപ്പാടിൽ സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ. വശങ്ങളിലൂടെ തകർക്കാൻ പറ്റിയില്ല, കാരണം വടിയും കോലും ഇരിക്കുകയാ. സംരക്ഷണം ഓൾ ടുഗദർ. എന്നാൽ ഇവന്റെ ശിരസിനിട്ട് അടിച്ചേക്കാമെന്ന് വിചാരിച്ചു, എന്നാൽ ഇവന്റെ തലക്കിട്ട് പ്രഹരിച്ചേക്കാമെന്ന് വിചാരിച്ച് ശത്രു പാഞ്ഞെടുത്തപ്പോൾ ശത്രുവിന് മനസ്സിലായി ഇവന്റെ തലയെ തൊടാൻ പറ്റത്തില്ല. ഇവന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എണ്ണയുടെ ഒരു ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ ഇന്നു രാത്രി. ഗ്ലോറി ഹാൻറ്റ മാൻറ്റ റീക ലഹസൻഡരെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകത്തോടും പരിശുദ്ധാത്മാവുള്ള ശുശ്രൂഷയോടും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രകാശപൂരിതമായ ജീവിതത്തോടും ഈ എണ്ണയുടെ അനുഭവത്തെ നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കും. ദൈവമക്കളെ, പഴയ നിയമകാലത്തും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരെ എല്ലാം തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചത്. 1 ശമൂവേൽ 16-ാം അധ്യായം 12-ാം വാക്യം, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യം, ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം, 1 രാജാക്കന്മാർ 19-ന്റെ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കയറി ഒന്നുകൂടെ കേട്ടാ മതി. അന്യഭാഷ പറഞ്ഞുകൊണ്ട് കേൾക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തൊടും. സങ്കീർത്തനം 133:2, ലേവ്യ പുസ്തകം 8-ാം അധ്യായം 23-ാം വാക്യം, അഹരോനെയും പുത്രന്മാരെ എല്ലാം ശുശ്രൂഷകർക്കായി അഭിഷേകം ചെയ്തു. ആമേൻ. എണ്ണ ഒഴിച്ചു. ആമേൻ. ദാവീദിനെ ശമൂവേല് വന്ന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അപ്പനും അമ്മയൊക്കെ മറന്നുപോയി. പക്ഷേ ദൈവം കണ്ട ദാവീദ് കേറി ചെല്ലാതെ ശമൂവേലിന്റെ അഭിഷേക തൈലം ചലിക്കാൻ പറ്റിയില്ല കേട്ടോ. കൊമ്പിലെ അഭിഷേക തൈലം ചലിക്കണമെങ്കിൽ ദൈവം കണ്ട നീ കേറി ചെല്ലണം. നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ രഥം വിട്ട് വിളിപ്പിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ദൈവം അഭിഷേകം ചെയ്യുവാൻ പ്ലാൻ ചെയ്യപ്പെട്ടവനെ കാട്ടിക്കൊണ്ട് തട്ടിയാലും അവൻ പാട്ടുപാടി തിരിച്ചു വരും. കാരണം അവൻ അഭിഷേകസ്ഥനാണ്. ദൈവം അവനെ അഭിഷേകം ചെയ്യാൻ കണ്ടിരിക്കുന്നവനാണ്. അഭിഷേകമുള്ളവനെ ഒതുക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ ഒരു കമ്മിറ്റിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ ഒരു മനുഷ്യശക്തിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാത്രി? ആമേൻ. അഭിഷേകമുള്ളവനെ ഒരു മനുഷ്യന്റെ ശക്തികൾക്കും രാജാക്കന്മാർക്കും അധികാരങ്ങൾക്കും ഒതുക്കാൻ പറ്റത്തില്ല. ശമൂവേലിന്റെ പുസ്തകത്തിൽ അഭിഷേക തൈലം വീണു. അഭിഷേക തൈലം നിറച്ച് ഹല്ലേലൂയ. ആമേൻ. ശമൂവേലിനോട് പറഞ്ഞു, നീ കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. I am so much proud of the ministry of Samuel. ഹല്ലേലൂയ. ദൈവസ്ഥാനത്തിൽ കടന്ന ഒരുത്തനെ കൊണ്ട് രാജാവിനെ അഭിഷേകം പ്രവാചകന്മാരുടെ ശുശ്രൂഷ മോശമൊന്നുമല്ല കേട്ടോ. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷ. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്ന പോലെയല്ല, മനുഷ്യൻ കണ്ണുന്നത് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്ട്രാറ്റജിയായി പറയുന്നത് മനുഷ്യനാ അഭിഷേകം തരുന്നെങ്കിൽ അവൻ ഹല്ലേലൂയ ആളും തരവൊക്കെ നോക്കിക്കൊടുത്തേനെ. എന്നാൽ സ്വർഗമാഭിഷേകം ചെയ്യുന്നതുള്ളത് കൊണ്ട് ദൈവം അന്തരേന്ദ്രിയങ്ങളെ കണ്ടുകൊണ്ടാ, ഹൃദയത്തെ കണ്ടോണ്ടാ പകരുന്ന കേട്ടോ. രാത്രി മറന്നു പോകരുത്. ആമേൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്യം പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. 1 ശമൂവേൽ 16:13. 1 ശമൂവേൽ 16:13. ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അതുകൊണ്ടാ ദാവീദ് പാടുന്നേ, ശത്രുക്കൾ കാൺകെ. ആ വാക്ക് കേട്ടോ, കാൺകെ. അതുകൊണ്ട് ഞാൻ ഈ പുതിയ നിയമകാലത്ത് നമുക്ക് ശത്രുക്കളൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനാണെങ്കിൽ ശത്രുക്കളെല്ലാവരും അങ്ങ് ഒതുങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കണ്ട കേട്ടോ.
അവരെല്ലാം അങ്ങ് നീങ്ങിപ്പോകാനൊന്നും പ്രാർത്ഥിക്കല്ലേ. Let them see the work of the Lord through you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കാണാൻ അവർ ശേഷിക്കട്ടെ. അവർ കാണും. ഇന്ന് രാത്രി ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആത്മാവിൽ ഞാൻ ഒരു ദൂത് പറയാം. നിന്നെ പരിഹസിച്ചവർ കാണുക, നിന്നെ നിന്ദിച്ചവർ കാണുക, നിന്നെ ദുഷിച്ചവർ കാണുക, നിന്നെ തള്ളിക്കളഞ്ഞവർ കാണുക, നിന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ശ്രദ്ധിച്ചോ. ആമേൻ. ഇശായിയുടെ മക്കൾ ചുറ്റിനും നിൽക്കുക. വലിയ പൊക്കമൊന്നുമില്ലാത്ത കോമള രൂപിയായ, ആരാധിക്കാൻ മടിയില്ലാത്ത, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത ദാവീദിനെ ആ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അഭിഷേകം ചെയ്തു. അവർ ചുറ്റിനും വായ് വളർന്നു നിൽക്കുമ്പോൾ, മിലിറ്ററി എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിന്റെ മേശക്കകത്ത് വെച്ചോ ആ സർട്ടിഫിക്കറ്റ്. ദൈവത്തിന് വേണ്ടുന്നത് കൊതിയുള്ള തലമുറയാണ്. ദൈവത്തിന് വേണ്ടുന്നത് ആരാധിക്കുന്ന തലമുറയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. ദൈവം എനിക്ക് മാസ്റ്റർ ഡിഗ്രി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴ്മയോടെ പറയുന്നത്, എനിക്ക് അതിനകത്ത് നാണക്കേടും കൂടെ ഉള്ളത്. കർത്താവ് എന്റെ അത്രയും വർഷം പാഴാക്കി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ട്. പഠിക്കുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കത്തില്ല. ഡോക്ടറേറ്റ് വരെ എടുത്ത് ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ സർട്ടിഫിക്കറ്റ് എന്നോട് തന്നേക്കാം. കാരണം എനിക്കത്, എന്നോട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 10 രൂപയുടെ പോലും പ്രയോജനം എനിക്കത് ചെയ്തിട്ടില്ല. വല്ല ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് കൃപകളെ ഏറ്റെടുത്തോണം ഈ ദിവസങ്ങളിൽ. മരുന്ന് കൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്സിന് വേണ്ടി കാത്തിരിക്കരുത് കേട്ടോ. ഒരു ആത്മനദി പെയ്യട്ടെ, ഒരു തൈലത്തിന്റെ അഭിഷേകം തലമേൽ വീഴട്ടെ. ഞാൻ ഹൃദയം തുറന്നാ നിങ്ങളോട് സംസാരിക്കുന്നത്. പഠിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചോ, ഞാൻ പഠിപ്പിക്കാം, പ്രശ്നമില്ലെന്നേ. ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചോ, മേശക്കകത്ത് പൂട്ടി വെക്കാൻ കൊള്ളാം. പക്ഷേ ആത്മാക്കളെ നേടണമെങ്കിൽ, ആത്മമണ്ഡലത്തിൽ നിനക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണേ. 16-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തു. 16-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തു. ഒത്തിരി ഒന്നും മുന്നോട്ട് പോകേണ്ട വന്നില്ല. 17-ാം അധ്യായത്തിൽ യുദ്ധമായിരുന്നു. അതുകൂടെ കേട്ടോണം. ഇന്ന് സമയം തീർന്നു, 2-3 മിനിറ്റൂടെ ഉള്ളൂ. 16-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തു. 17-ാം അധ്യായത്തിൽ ഫൈറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ശത്രുവിന്റെ മുന്നിലോട്ട് തള്ളിയിട്ടിട്ടല്ല നിന്നെ അഭിഷേകം ചെയ്യുന്നത്. ഒരു പോരാട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കി 17-ാം അധ്യായത്തിലെ പോരാട്ടത്തിന് വേണ്ടി 16-ാം അധ്യായത്തിലെ തലയിൽ തൈലം ഒഴിച്ചു. നിങ്ങൾക്ക് ആ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അഭിഷക്തൻ വിളിച്ചു പറഞ്ഞത്, പോരിനായി നീ എന്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു. ഇത് മിലിറ്ററി സ്കൂളിൽ കിട്ടിയതല്ല കേട്ടോ. ഫെലിസ്ത്യന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ഹല്ലേലൂയ. ഷാമന അഭിഷേകം പ്രാപിച്ചവൻ പറയുന്ന കേട്ടോ, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചുള്ള ഇസ്രായേൽ നിരവധി ദൈവമായ സൈന്യങ്ങളെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. അവൻ പറയുക, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്റെ തലമേൽ അഭിഷേകം വീണത് കൊണ്ട് ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഇന്നു രാത്രി എന്തുവാ നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ എന്തുവാ വെല്ലുവിളിച്ചു നിൽക്കുന്നത്? ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. പൊക്കമുള്ള ശൗലിനെ കൊണ്ട് പറ്റാത്തത്, യുദ്ധം പഠിച്ച സഹോദരന്മാരെ കൊണ്ട് പറ്റാതിരുന്നത്, ആരാധിക്കുന്ന ദാവീദെ നിന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുക. ആമേൻ. മിടുക്കന്മാര് 40 വർഷം ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതിരുന്നത്, ഹല്ലേലൂയ, കഴിവില്ലെന്ന് നീ പറയുന്ന നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കാൻ പോവാ. ഇത് ദൂതായിട്ട് എഴുതി വെച്ചോ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. 16-ാം അധ്യായത്തിൽ അഭിഷേകം ചെയ്തത് 17-ാം അധ്യായത്തിലെ ഒരു ജയത്തിനു വേണ്ടിയായിരുന്നു. ആമേൻ. എണ്ണയുടെ അഭിഷേകം, അഹരോന്റെ തലമേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ചു. ആമേൻ.
ദൈവവചനം പറയാ, അഹരോന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് പകരപ്പെട്ട ആ അഭിഷേക തൈലം, ആമേൻ, ഇതൊരു വെളിപ്പാടാകട്ടോ. ആത്മാവി ഞാൻ പറയട്ടെ, യേശു കർത്താവാണ് നമ്മുടെ തല. ആമേൻ. കർത്താവിന്റെ പേരിന്റെ വേറൊരു പേര്, കർത്താവിന്റെ പേര് കേട്ടോ, മെസ്സയ, ദ അനോയിന്റഡ് വൺ, അഭിഷക്തൻ, അഭിഷേകമുള്ളവൻ. യെസ്, ഹി ഈസ് ദ ഹെഡ് ഓഫ് അവർ ചർച്ച്. നമ്മുടെ തലയാണ്. നമ്മുടെ തലയിൽ പകരപ്പെട്ട അഭിഷേകം ഉടലിലേക്ക്, ശരീരത്തിലേക്ക് പകരപ്പെടുകയാണ്. കർത്താവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവാണ് നമ്മുടെ മേൽ വ്യാപരിച്ചെന്ന് പൗലോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ, ഹല്ലേലൂയ, ആ എണ്ണയുടെ ഒഴുക്കുണ്ടാകട്ടെ. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, കുവൈറ്റിലും മസ്കറ്റിലും ദുബായിലുമൊക്കെ വലിയ പ്രോസ്പെരിറ്റിയ, വലിയ മാനമുട്ടയുള്ള അമ്പരചുംബികളായ വലിയ കെട്ടിടങ്ങൾ കാണാം. വളരെ കോസ്റ്റ്ലി കാറുകൾ കാണാം. വലിയ ഒരു ധാരാളിത്തം, ആഠ്യത്വം ഒക്കെ കാണാം. അവരുടെ അറബിമാരെ കണ്ടാൽ നല്ല പള്ളിയിലച്ചന്മാരുടെ കൂട്ട് കുപ്പായൊക്കെ ഇട്ട്, കൈ നല്ല മോതിരമൊക്കെ ഇട്ട്, വലിയ വില കൂടിയ ഐഫോണൊക്കെ പിടിച്ചു പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ ഒരു 150-200 വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഇവരുടെ ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇവരെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് കാട്ടറബികൾ. ഒട്ടകത്തിന്റെ പാലും കുടിച്ച്, ഒട്ടകത്തിന്റെ ഇറച്ചിയെ ചുട്ടുതിന്ന് നൊമാഡ്സ് ആയിട്ട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് നടന്ന, ഒട്ടകത്തിന്റെ ആശ്രയിച്ച് ജീവിച്ചോണ്ടിരുന്നവർ. സായിപ്പ് വന്ന് ഇവന്റെ ഭൂമിക്കടിയിൽ എണ്ണയുണ്ടെന്ന് തിരിച്ചറിവ് കൊടുത്തതിന് ശേഷം അവൻ പ്രോസ്പറായി. ഇന്ന് രാത്രി പെന്തിക്കോസുകാരെ, മണലനടി ടൺ കണക്കിന് എണ്ണ കിടക്കുമ്പോ, ഓ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിനക്ക് കനിഞ്ഞരുളി തന്ന എണ്ണയുടെ വലിയ വലിയ ബാരൽ കണക്കിന് എടുത്താലും പറ്റാത്ത എണ്ണയുടെ വലിയ ശേഖരം കിടക്കുമ്പോ നമ്മൾ അതിന്റെ മേളിൽ പട്ടിണി കിടക്കുക. നമുക്കത് 10 മണി തൊട്ട് 12 മണി വരെ മതിയല്ലോ. അതുകൊണ്ടാ. പക്ഷേ ഇന്ന് രാത്രി ആ എണ്ണയ്ക്കകത്തൊന്നും മുങ്ങാൻ പറ്റുമോ? എന്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ എണ്ണ നമ്മുടെ മേൽ പകരപ്പെട്ടാൽ നമ്മുടെ ആ ദാരിദ്ര്യം മാറും. ഈ എണ്ണ നമ്മുടെ മേൽ പകരപ്പെട്ടാൽ നമ്മുടെ ആത്മീയ പാപ്പരത്വങ്ങൾ മാറും. ഈ എണ്ണ നമ്മുടെ മേൽ പകരപ്പെട്ടാൽ നമ്മുടെ ഹല്ലേലൂയ ഇന്നത്തെ അവസ്ഥ മാറും. ഹല്ലേലൂയ. കരിന്തിരി കത്തുന്ന അവസ്ഥകൾ മാറും. ഈ വചനങ്ങളാൽ കർത്താവ് ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.